ഹലോ ഡിയേഴ്സ്, ഈ പച്ചപ്പ് പിടിച്ച് കിടക്കുന്നതും ഈ മഴത്തുള്ളികൾ ഉറ്റുറ്റു വീഴുന്നതും എൻ്റെ കൊട്ടാരത്തിന് ചുറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട്. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിലെ ദിനങ്ങളാണ് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ആദ്യമായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇത് ഞാൻ നാട്ടിലെത്തിയ ഡേ 1 ആണ് കേട്ടോ. അതായത് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഈവനിങ് അമ്മയും കാത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളിലാണ് വീഡിയോ തുടങ്ങുന്നത്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ വന്നു. അതായത് ആ സൗണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് മഴ കാണിച്ചു തരാം. ഈ ബാംഗ്ലൂരിലൊക്കെ മഴ പെയ്യുമ്പോൾ ഈ ഒരു സുഖം കിട്ടാറില്ല കേട്ടോ. കാരണം ഇവിടുത്തെ മഴ എന്തോ നോക്കിയേ, ആ കിളികളുടെ സൗണ്ട് ഉണ്ടോ എന്തോ ഒരു വൈബാണ്. വീടിന് ചുറ്റും കാടാ. ഇവിടെയൊക്കെ ഒരു പുലി വന്നു പോലും കണ്ട മനസ്സിലാവില്ല. അത്യാവശ്യം നോക്കി ചക്ക, പ്ലെയിന് പോകുന്നു തോന്നുന്നു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ? എയർപോർട്ട് അടുത്തായതിൻ്റെ ഗുണമാണ്. എപ്പോഴും നമ്മുടെ ട്രെയിനിൻ്റെ സൗണ്ട് പോലെ തന്നെ ബസ്സിൻ്റെ ഒക്കെ സൗണ്ട് പോലെ എനിക്കിവിടെ പ്ലെയിനിൻ്റെ സൗണ്ടാണ്. പിന്നെ എന്താ കിളികളുടെ സൗണ്ട്, എന്ത് ക്യൂട്ടാണ്. ഇവിടെ വീട്ടിൽ വന്നാൽ മാത്രം മഴ പെയ്യുമ്പോൾ ഒരു ഉള്ളിൽ പ്രത്യേക ഒരു സുഖം. കാരണം വേണ്ടല്ലേ, ഓടിൻ്റെ മുകളിൽ ഇങ്ങനെ മഴ പെയ്യുന്നതും പിന്നെ എന്താ പറയുക, ഈ കിളികളുടെ സൗണ്ട് തന്നെ മെയിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൂടെ ഒന്ന് കാണിക്കണം എന്ന് തോന്നും. എൻ്റെ നാടും ആ ഒരു പച്ചപ്പും സൗന്ദര്യവും പിന്നെ ഈ മഴ പെയ്യുമ്പോഴുള്ള ഈ കിളികളുടെ ഒച്ചയൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? മഴ നല്ല തകർത്തും തിമിർത്തും പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പിൽ തന്നെ മഴയെ നോക്കി അമ്മ വരുന്നുണ്ടോ. പക്ഷെ അമ്മ മഴ ചോർന്നിട്ടേ വരുമെന്നാണ് എനിക്ക് അറിയിപ്പ്. അങ്ങനെ മഴ അങ്ങനെ ഒന്ന് ചോർന്ന് കഴിഞ്ഞപ്പോൾ അമ്മ വരുന്ന കേട്ടോ. വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി യൂട്യൂബ്. പക്ഷെ അമ്മയ്ക്ക് ക്യാമറ ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ ഇനി പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തോട്ടോ. ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട്. അങ്ങനെ ഞാനും അമ്മയും ഈ ഇടവഴി വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് ഒരാൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരാൾക്ക് പോകാനുള്ള കഷ്ടിച്ച സ്പേസേ ഉള്ളൂ. ഇതാ ഞങ്ങളുടെ പണ്ട് പുറത്തേലേ ഉള്ള വഴി. പക്ഷെ ഇപ്പം വീട്ടിന് മുമ്പ് കാറൊക്കെ വരും. അപ്പുറത്തെ സൈഡ് ഞങ്ങളൊരു വഴിയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നടന്നു പോയിട്ട് വേഗം എന്താ ടൗണിലേക്ക് പോകാൻ ഇതാണ് എളുപ്പം. ഇത് ഈ ഇട കഴിഞ്ഞ് ഒരു വേറൊരു അടിയും കൂടെ കഴിഞ്ഞിട്ട് നേരെ കാണുന്ന മെയിൻ റോഡാണ്. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ഒരു ഫാലൂദ കഴിക്കാനാണ് കേട്ടോ. ഞാൻ നാട്ടിൽ പോന്നാൽ അമ്മയും കൂട്ടി അമ്മയ്ക്ക് നിർബന്ധം ഒരു ഫാലൂദ. അമ്മയ്ക്കൊരു ഫാലൂദയും ഞാനൊരു കോക്ടെയിലുമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് വന്നപ്പോൾ തന്നെ ഇതാ കണ്ടില്ല, അമ്മയ്ക്ക് ക്ഷമയില്ല. ഞാൻ വീട്ടിൽ കൊടുക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്യാൻ അമ്മ കഴിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അവിടുത്തെ ഫാലൂദ ഞങ്ങൾ സ്ഥിരം കേട്ടോ, ഇവിടെയാണ് എപ്പോഴും കഴിക്കാറ്. അങ്ങനെ ഇവിടുത്തെ ഫാലൂദയും കോക്ടെയിലൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയി ഒരു ഷോപ്പിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് ഇതാ കിട്ടിയതാണ് ഈ മണി പ്ലാന്റ്. ഈ വൈറ്റ് മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ സ്ഥലത്ത് നോട്ടം ഇട്ട് വെച്ചിട്ട് ഞാൻ അവസാനം എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നു കേട്ടോ. അതിന് അല്ലാതെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സമയം ഇരുട്ടിയിരിക്കുന്നു. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞ് ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഇടയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നല്ല മഴ ഉണ്ടായി, അതാ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റാൻ. അപ്പോൾ ഇതാ മഴയത്ത് കണ്ടില്ലേ, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കൂടുതൽ വെള്ളത്തിൻ്റെ ഒച്ചയുണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ വെള്ളം ചളി വെള്ളം ഇല്ലാത്തതുകൊണ്ട് കാലിന് വല്ല പുഴുക്കടിയോ അങ്ങനത്തൊന്നും വരുന്നുണ്ടോ പ്രശ്നമുണ്ടോ. അതിൻ്റെ ഒഴുക്കുള്ള നല്ല കാണുന്ന ക്ലിയർ വെള്ളം, ചളി വെള്ളമൊന്നുമല്ല. എനിക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഈ വഴി കൂടെ നമുക്ക് വിചാരിച്ചാൽ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം കല്ലും കുഴിയൊക്കെയാണ് അമ്മ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയിൽ കൂടെ നമുക്ക് പോകാണെങ്കിൽ ചെരുപ്പ് പൊട്ടുന്നുള്ള നിശ്ചയമാണ്. പിന്നെ എന്താ, ഞങ്ങൾ പണ്ട് ഉത്സവത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ ഏരി വരുന്ന അവിടെ ഒരു പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ആ പനിയില്ല. ആ പനിയിൽ രക്ഷയുണ്ടാവുന്നതിനൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഇടയുമായിരുന്നു രാത്രി. കാരണം കാണുന്നില്ലേ, ചുറ്റും കാടാണ്. പക്ഷേ അതായത് ഇതൊക്കെ ഇപ്പോൾ റോഡാവുന്നൊക്കെ ഞാൻ അതായത് 4ലും 5ലും പഠിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ടായിരുന്നു, ഈ ഭാഗത്തോട്ട് ആ ഭാഗത്തോട്ട് ഭയങ്കര റോഡ് വരുന്നൊക്കെ. പക്ഷേ ഇന്നും ഒരു പുരോഗതിയും ഇല്ല ഈ ഭാഗത്തട്ടോ. എന്താ വഴിയത്തല്ലേ തന്നെ വേറെ കണ്ടില്ലേ, നമുക്ക് വരുന്ന ഫുള്ള് എന്താ വേറെ ചുറ്റോട്ടൊന്നും അധികം വീടൊന്നുമില്ല. ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ കാടായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഒരു വീട്ടിൻ്റെ മുമ്പ് കൂടെ കേട്ടോ. ഇത് നമ്മളെ ശ്രീനിധീജിൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട്ടിൻ്റെ മുമ്പ് കൂടെ പോയി നമ്മളെ വീട്ടിൻ്റെ ബാക്കി അപ്പുറത്തെത്തും.
അതായത് മച്ചായി പോവുകയാണെങ്കിൽ ഇങ്ങനെ പിന്നെയും കുറേ കാടും കൂടെയൊക്കെ, പക്ഷെ ഇത് ഷോർട്ട് കട്ട് പോലെ ഞങ്ങളിങ്ങനെയാണ് പോവാറ്. അതുകൊണ്ടല്ലേ ഇപ്പോഴും വീടിൻ്റെ മുറ്റത്തോട്ടൊക്കെ പോകുന്നതൊക്കെ സ്റ്റിൽ എക്സിസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ. അതേ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പേക്കോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി പോയാൽ വേഗം എത്താം. അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി വീടിൻ്റെ മുമ്പിൽ വരെ, അതായത് കാറ് വരുന്ന വഴി അങ്ങനെ വരേണ്ട വരും. അതായത് ഈ സൈഡിൽ നിന്ന് കാറില്ല കേട്ടോ, അപ്പോഴത്തെ റോഡ് കൂടെയാണ് കുറച്ച് വഴി, കുറച്ച് നമ്മുടെ കാറ് ഒരു ലോറിയൊക്കെ വരാം. അധികം വലിയല്ല, ഒരു ലോറി, ഒരു കുഞ്ഞു ലോറി വരെ, പക്ഷേ അതൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. മുറ്റമൊന്നും നോക്കണ്ട കേട്ടോ ഗൈസ്, ഫുൾ പുല്ലാണ്. അമ്മയൊന്നും എത്ര പുല്ല് പൊടിച്ച് തന്നാലും പുല്ലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. മഴക്കാലമല്ലേ, ഇതൊക്കെ മഴക്കാലം കഴിഞ്ഞാലും സെറ്റാക്കിയിട്ടുള്ളൂ. അങ്ങനെ മനുഷ്യത്വം താഴിട്ടടിച്ച ഞങ്ങളുടെ വീടിൻ്റെ പൂട്ട് ഞങ്ങൾ തുറക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി. ഇത് അമ്മയുടെ നൈറ്റിയാണ്, എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ വെയർ. ഇതാണെന്താ റൂം കേട്ടോ എൻ്റെ വീട്ടിലെ. അതിലൊരു നീലമഴയാണ്. ഫോട്ടോ ഉണ്ടോ? അത് ഞാൻ എൻ്റെ ഫ്രണ്ട് വരയ്ക്കുന്ന ഫോട്ടോ കേട്ടോ. പിന്നെ ഇത് ഞാൻ KRൽ ബാംഗ്ലൂരിലുള്ള കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ സ്റ്റുഡൻസും. പിന്നെ ഇതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോ ആണ് കേട്ടോ. അയ്യോ കോള് വരുന്നുണ്ടല്ലോ. ഞങ്ങൾ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ആണ്. പിന്നെ അതെ നമുക്ക് എന്നെ കാണാം. ഇനി വാഷ്റൂം തുറക്കണ്ടല്ലോ. അപ്പോൾ ഏതോ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ. അടുത്ത റൂമിലേക്ക് പോവാട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് റൂമായിരുന്നു. എൻ്റെ ചെറുപ്പം മുറ്റട്ടോ ആ ചെല്ലു പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു മാവുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഓക്കെ, മാവ് ഈ റൂമിന്. പിന്നെ ഇതെൻ്റെ പാണ്ടുവാണ്, എൻ്റെ ക്യൂട്ടി ആയിരുന്നു. പിന്നെ ഇനി എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് കാണാം. ഓക്കെ ഓക്കെ 1 2 3. പൊടിയുണ്ട്, അന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ഇതൊക്കെ എൻ്റെ ബാംഗിൾസ് കേട്ടോ. തിരിയണ്ട അവിടെ കുടുങ്ങിയിരിക്കുക. ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതാ രാമായണം. അത് പിന്നെ ഇത് നമ്മുടെ ശിവനെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എന്തോ കുഴപ്പമില്ല. പിന്നെ ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ ഫ്ലവേഴ്സ്. പിന്നെയും ബോട്ടിൽ പെയിൻറ്റ് വിത്ത്, ഇത് എക്ഷലാട്ടോ ഇത്. പിന്നെ ഇത് നമ്മുടെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ അത് ഗണപതിയാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. പിന്നെ ഇതും എക്ഷലിൽ തന്നെ ചെയ്ത പെയിന്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെന്തായിരുന്നു? ഇത് എന്തോ നല്ല ക്യൂട്ടല്ലേ ഈ കുപ്പി. പിന്നെ ഇത് ആ കടയിൽ നിന്ന് കിട്ടിയതാ, നല്ല വൈറ്റ്. ഇതെനിക്ക് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകണം. സോ നമുക്ക് ഇവനെ ഒന്ന് വെള്ളത്തിലിട്ട് സെറ്റ് ചെയ്യാം പോകുന്നവരെ. ഞാൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം, പിന്നെ നമ്മുടെ മണി പ്ലാന്റ്. ഹായ് വീടൊക്കെ എന്നാ ഇതിൽ പോകുമ്പം മറന്നു പോകരുത്. കഴിഞ്ഞ തവണ ഞാൻ ഒരു കൃഷ്ണനെ വായിച്ചിട്ടുണ്ടായി, അത് സ്റ്റിൽ ഇൻ മൈ ഷെൽഫ്. അതിന് ഇപ്പോൾ താഴത്തേക്ക് പോവാട്ടോ ഫുഡ് കഴിക്കാൻ. എന്താ ടം 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 സൗണ്ടുള്ള ഈ സ്റ്റെപ്സ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വീട് പഴയ വീടുണ്ടോ അവരിക്കൊക്കെ അറിയാം. എന്താ ബാലൻസ് ഒന്നും കിട്ടില്ല, കുത്തനെയുള്ള നല്ല മരത്തിൻ്റെ സ്റ്റെപ്പാണിത്. അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഓൾറെഡി വേറെ ഫുള്ളായതുകൊണ്ട് അച്ഛൻ കൊണ്ടുവന്ന ചിക്കൻ ചില്ലിയും കഴിച്ചു. നേരെയും കിടക്കാൻ പോവാണ്. ഫാനിട്ടിട്ടായിരുന്നു കിടന്നത്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് സെക്കൻഡ് ചെയ്തു, ഫാൻ ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ ഓടി മഴ പെയ്യുന്ന സൗണ്ട്. ഈ ചെവി കേൾപ്പിച്ചിട്ട് മഴയുടെ താരാട്ട് കണ്ണുടച്ച് ഇങ്ങനെ കിടക്കാം. അപ്പം ഞാനിന്ന് ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. മോർണിംഗ്. ഇന്നലെ കിടക്കുമ്പോൾ പോലെ തന്നെയുള്ള അവസ്ഥ തന്നെയാണ്. നല്ല മഴയാണെന്ന് തോന്നുന്നു പുറത്ത്. പക്ഷെ ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ ചില പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന്. സൂനെ എഴുന്നേക്കാൻ പോവാണ്. സോ വെരി ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, ഇന്നലെ ബാത്റൂം തുറക്കണോ എന്ന് ഞാൻ ചോദിച്ചില്ലേ.
അപ്പം ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു നല്ല മഴയല്ലേ, അപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് ഷവർ കിട്ടും വാഷ്റൂമിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ വാഷ്റൂം മഴ പുറത്ത്. അപ്പം നല്ല മഴ ഉണ്ടെങ്കിൽ ചിമ്മാനടിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെന്താ പറയുക, ഈ ചിമ്മാനടിക്കുക എന്ന് തന്നെയാണോ? എൻ്റെ അമ്മയ്ക്ക് പേടി കേട്ടോ, ഇതിൽ കൂടെ ആരെങ്കിലും കയറുമോ എന്നൊക്കെ. പക്ഷേ ഇന്നേവരെ ആരും കയറിയിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് എന്താ കഥ. അവിടെ തെങ്ങുമേല ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കും കാണാം ഒരു കുളിസിയും. അതൊക്കെ നോക്കിയിട്ട് വേണം കുളിക്കാൻ. ഹലോ ഡിയേഴ്സ്, ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. കമ്മലൊക്കെ ഇട്ട് ഇത് റെഡിയായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇതാണ് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിരിക്കുന്നത്. ലേറ്റായി. അങ്ങനെ ഞാൻ ഇറങ്ങി കേട്ടോ. മഴയൊന്നുമില്ല, നല്ല ബെറ്ററായിന്ന് കാണിച്ചു തരാം. മഴയൊന്നുമില്ല ഗൈസ്, മഴക്കാറ് കണ്ട്. പിന്നെ എൻ്റെ മക്കളെ കാണിച്ചു തരാം. This is Bruno and this is Junie and there it is my kitty. മക്കൾ കാക്കായി സംവിരുന്ന് വിടും. അയ്യോ പാടും. ഈ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരേക്കാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. എന്നെയും അമ്മയും ഒന്ന് കാണിക്കണം. സോ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നല്ല റഷായിരുന്നു. അങ്ങനെ വേഗം ഡോക്ടറെ കണ്ടപ്പോൾ കുറച്ച് ടെസ്റ്റിനൊക്കെ പറഞ്ഞു. ടെസ്റ്റിനൊക്കെ കൊടുത്തപ്പോൾ ഡോക്ടറെ കണ്ടിട്ടാണല്ലോ പോകാൻ പറ്റുമോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ആദ്യം പോയത് ഒരു കുട്ടി ജ്വല്ലറിയിലാണ് കേട്ടോ. അവിടെ പോയിട്ട് ഒരു കുട്ടി മേക്കാതും വാങ്ങിക്കണം എന്ന ഉദ്ദേശത്തിലാണ് പോയത് കേട്ടോ. അമ്മയുടെ വകയാണ്. അങ്ങനെ മേക്കാതിൻ്റെ കൂടെ ഞാനൊരു ഇതാ കാണുന്ന ഈ മൂക്കുത്തിയും കൂടെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എന്നൊക്കെ അമ്മയുടെ വക കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചത് അമ്മ പേയ്മെൻറ്റ് ചെയ്തു. ഇനി നേരെ ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം മഴ പെയ്തിട്ട് റോഡൊക്കെ ബ്ലോക്കുമാണ്, കുണ്ടും കൂടിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയതാ. വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നല്ല റഷ് തന്നെ അവസ്ഥ. അങ്ങനെ ഡോക്ടർ വരുന്നവർ വെയിറ്റ് ചെയ്തു. ഡോക്ടറെയും കണ്ടിറങ്ങുമ്പോൾ നോക്കി നല്ല ഒന്നാം തരം മഴയായിരുന്നു കേട്ടോ. ഒടുവിൽ അവിടെ നിന്നൊരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടി. ഇതാ ഓട്ടോ പറഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അവിടെ നിന്ന് ബസ് കിട്ടിയിട്ട് വേണം നാട് പിടിക്കാൻ. ഇന്ന് വേഗം നാട്ടിലെത്തിയിട്ട് എനിക്ക് ഷിജേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതുമാണ്. ഇതേ ഒരു ബസ് മിസ്സായിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ബസ് പോകുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ വേറെ ഈ നിർത്തിയിരിക്കുന്ന ഇരിട്ടി ബസ്സിലേക്ക് കയറി. എൻ്റെ നാട് ചാലോടാണ് കേട്ടോ. അങ്ങനെ ബസ് കയറി ഞാനും അമ്മയും എൻ്റെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കണ്ണൂർ ടു ചാലോട് ഒരു 45 മിനിറ്റ്സിൻ്റെ ഉള്ളിലെത്തും, ബ്ലോക്കും എല്ലാം കൂട്ടിയിട്ട്. അങ്ങനെ നാട്ടിലെത്തിയത് നേരെ വീട്ടിൽ പോയിട്ട് എടുക്കാനുള്ളതൊക്കെ എടുത്തു. നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് അച്ഛൻ കൊണ്ടാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫോണും ചാർജും ഒക്കെ ലോ ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഇതിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ളതുമായിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇതും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോന് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ, ലവ് യു ഓൾ.